പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും ഈജിപ്തും ഖത്തറും തമ്മിലുണ്ടാക്കിയ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ പാലസ്തീനിൽ യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിക്കുകയുണ്ടായി. ഈ തീരുമാനം വന്നതിന് ശേഷം കേരളത്തിലെ ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യം കൊണ്ടുവരുന്നതിന് വേണ്ടി, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന മഹദൂദികളുടെ ജുഹ്വാകളും നടത്തുന്ന കള്ളപ്രചരണങ്ങൾ എത്രമാത്രമുണ്ട് എന്ന് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. യുദ്ധം പൂർണ്ണമായും ഹമാസ് ജയിച്ചു എന്ന് പ്രചരണം നടത്തുന്നുണ്ട്. ഇസ്രായേൽ ഹമാസുമായി എഗ്രിമെന്റ് നടത്തി എന്നും പറയുന്നുണ്ട്. ഇതിനകത്തെ ഇസ്രായേൽ ഹമാസുമായി എഗ്രിമെന്റ് നടത്തി എന്നുള്ളത് തെറ്റായ കാര്യമാണ്. കാരണം അമേരിക്കയും ഈജിപ്തും അതോടൊപ്പം തന്നെ ഖത്തറും കൂടി ഉണ്ടാക്കിയ മീഡിയേറ്റർമാരാണ് ഈ എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ എഗ്രിമെന്റിലാണ് ഇവർ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. ഹമാസുമായി നേരിട്ട് ഇസ്രായേൽ ഒരിക്കലും ഒരു എഗ്രിമെന്റിന് തയ്യാറാകില്ല. കാരണം ഹമാസുമായി എഗ്രിമെന്റ് തയ്യാറായാൽ അത് ഇസ്രായേലിനകത്ത് ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് നിലനിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അതാണ് ഇസ്ഹാക്ക് റബീന്റെ അനുഭവം എന്ന് പറയുന്നത്. 1993 അന്ന് പാലസ്തീൻ അതോറിറ്റിയുടെ നേതാവായിരുന്ന യാസർ അറാഫത്തിന്റെ കൈകളിൽ ജൂതന്മാരുടെ രക്തം നിറഞ്ഞു നിൽക്കുന്നു. ആ രക്തപങ്കിലമായ കയ്യിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്നുള്ള കാരണമാണ് പല കാരണങ്ങളിൽ ഒരു കാരണമാണ് ഇസ്ഹാക്ക് റബീനെ ജൂത തീവ്രവാദികൾ തന്നെ കൊല്ലാൻ കാരണം. അതിന് കാരണം അദ്ദേഹം വെച്ച എഗ്രിമെന്റിന് ശേഷം ഈ പാലസ്തീൻ തീവ്രവാദികൾ ഈ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനകത്ത് നടത്തിയ ക്രൂരമായ ആക്രമണത്തിന് റബീൻ ഉത്തരവാദിയായി. അങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെടേണ്ടി വന്നത്. അതുകൊണ്ട് ഒരിക്കൽ പോലും പാലസ്തീനുമായ ഒരു എഗ്രിമെന്റ് ഈ ഹമാസുമായ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്ന് ഈ മഹദൂദികൾ പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യുദ്ധം ഇസ്രായേൽ തോറ്റു എന്നാണ് പറയുന്നത്. ഇസ്രായേൽ തോറ്റു എന്ന് പറയുമ്പം എന്തായിരുന്നു ഈ ഹമാസിന്റെ ലക്ഷ്യം? എന്തിനു വേണ്ടിയാണ് ഹമാസ് സെപ്റ്റംബർ 7 ഈ 2023 ഈ 1200 ആളുകളെ ഇസ്രായേലിന്റെ അകത്ത് കയറി കൊല്ലുകയും 251 ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും കുട്ടികളെയും സ്ത്രീകളും അടങ്ങുന്ന ആളുകളെ റേപ്പ് ചെയ്യുകയും ആക്രമിക്കുകയും അവരെ പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്ത് ഈ ഗുഹയ്ക്കകത്തുകൊണ്ട് താമസിപ്പിക്കുന്നത്, ഈ മല്ലാരണ്യത്തിലുള്ള ഈ ഗുഹയ്ക്കകത്തുകൊണ്ട് താമസിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. അതായത് ഈ ഹമാസ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായി പറയുന്ന കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ എക്സിസ്റ്റ് until Islam will obliterate it, just as it obliterated others before it എന്നാണ് ഈ ഹമാസിന്റെ പ്രഖ്യാപിത രേഖ. 1988 അവരുടെ ഒരു പ്രഖ്യാപിത രേഖയുണ്ട്. ആ രേഖയിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. അതായത് ഇസ്രായേൽ നിലനിൽക്കും എന്നുവരെ ഇസ്ലാം ഇതിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്നതുവരെ, അത് മറ്റുള്ളവയെ എങ്ങനെയാണോ ഇസ്ലാം ഇല്ലായ്മ ചെയ്ത് അതുപോലെ ഇസ്രായേലിനെയും ഇല്ലായ്മ ചെയ്യുന്നിടം വരെ മാത്രമാണ് ഇസ്രായേൽ നിലനിൽക്കുള്ളൂ എന്നാണ് ഇവരുടെ പ്രഖ്യാപിത ലൈൻ. ഇതിന് ഉപജ്ഞാതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാം ഹസൻ അൽ ബന്ന എന്ന് പറയുന്ന ഈജിപ്തിലുള്ള ബ്രദർഹുഡ് സ്ഥാപിക്കപ്പെട്ടതിന്റെ നേതാവ് ആണ് ഈ ഹസൻ അൽ ബന്ന എന്ന് പറയുന്ന ആള്. ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഈ പറയുന്ന ഹമാസിന്റെ ഡിക്ലറേഷനിൽ ഏറ്റവും തലപ്പത്ത് എഴുതി വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ അവരുടെ പോയിന്റ് എന്ന് പറയുന്നത്, അവർ ഇസ്രായേലിനെ ഒരിക്കലും അംഗീകരിക്കില്ല. റിവർ ടു സീ എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് പിന്നീട് അവർ ഉയർത്തിയിരിക്കുന്നത്. ഈ റിവർ ടു സീ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീക്കും അതുപോലെ തന്നെ ഗലീലിയ തടാകത്തിനിടയിലുള്ള മുഴുവൻ സ്ഥലം, അതായത് ഇസ്രായേൽ പൂർണ്ണമായും അവരുടേതാണെന്നും ഇസ്രായേലിനകത്ത് ജൂതന് താമസിക്കാം, ഇസ്ലാമിക നിയമം അനുസരിച്ച് അവരുണ്ടാക്കുന്ന നിയമവ്യവസ്ഥയ്ക്കകത്ത് താമസിക്കാം. അങ്ങനെ താമസിക്കുന്ന ജൂതൻ അവർക്ക് ഇസ്ലാമിക നിയമം അനുസരിച്ച് ജസിയ കൊടുക്കണം, സെക്കൻഡറി പൗരനായിട്ടാണ് ട്രീറ്റ് ചെയ്യുള്ളൂ. ഇസ്ലാമിന് പുറത്തുള്ള ഒരു നീതിയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് പുറത്തുള്ളവരെല്ലാം അവരെ കാഫീറുകളാണ്. ആ കാഫീറുകളോട് അവർക്ക് ജസിയ മേടിക്കാം, അവരെ രണ്ടാം തരം പൗരന്മാരായി കാണാം. അതുപോലെ തന്നെ അതിന് ഈ കഫീറുകൾക്ക് വേണ്ടി ഒരു പ്രത്യേകം റൂള് തന്നെ ഈ ഉമ്മർ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അവരുടെ ഒരു പള്ളി പോലും സ്ഥാപിക്കാൻ പറ്റത്തില്ല. അതായത് ഒരു മുസ്ലിം പള്ളിയുടെ പൊക്കത്തിലുള്ള ഒരു പള്ളി പോലും സ്ഥാപിക്കാൻ പറ്റത്തില്ല. മറ്റാളുകൾ ഒരു മുസ്ലിം വീട്ടിൽ കയറി വന്നാൽ അവർ 2-3 ദിവസം താമസിക്കാൻ അവന്റെ ബെഡ്റൂം ഒഴിവാക്കി കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് കുറെ കണ്ടീഷൻസ് ഉമ്മർ എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജൂതന് വേണമെങ്കിൽ അവിടെ താമസിക്കാം. ഇതാണ് ഈ ഹമാസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഈ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ ഹമാസ് എത്തിയോ? ഹമാസിന് എവിടെയെങ്കിലും എത്താൻ പറ്റിയോ? ഹമാസിന്റെ അവസ്ഥ എന്താണെന്ന്, എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഒരു ട്രൂസിന് തയ്യാറായത്, ഒരു താൽക്കാലിക വിരാമത്തിന് തയ്യാറായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ അകത്ത് ഇസ്രായേൽ പറഞ്ഞ 3 പോയിന്റ് അവരുടെ ഹോസ്റ്റേജസിനെ തിരിച്ചു കൊണ്ടുവരും യുദ്ധം തുടങ്ങുമ്പോൾ. അവർ പറഞ്ഞു ഹമാസിനെ ഡിസ്ട്രോയ് ഹമാസിനെ ഡിസ്ട്രോയ് ചെയ്യും. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ഹമാസിന് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അവർ ഗാസയാക്കി തീർക്കും, റീ റാഡിക്കലൈസേഷൻ നടത്തും. ഇതൊക്കെയാണ് ഇസ്രായേൽ യുദ്ധം തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ട് ഹമാസിനെ രക്ഷിക്കാൻ വേണ്ടി ട്രൂസ് അഗ്രിമെന്റ് ഒപ്പിട്ടെന്നാണ് ഈ മഹദൂദിയുടെ ആളുകൾ അല്ലെങ്കിൽ ഈ അങ്ങനത്തെ ആളുകൾ ജിഹാദികൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഒപ്പിട്ടെന്ന്? ഇസ്രായേൽ ഈ പറഞ്ഞ ഡിറ്റൈനീസിനെ, അതായത് ഇവർ പിടിച്ചുകൊണ്ട് പോയ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി സൈനികമായ എല്ലാ നടപടികളും നടത്തി. അവര് സൈനിക നടപടി കഴിക്കുക ആദ്യം 3 ഇസ്രായേലീസ് രക്ഷപ്പെട്ടു വന്ന് അവരെ ആളുമാറി വെടിവെച്ചു, മിസ്ഫയറായി വെടിവെച്ചു പോന്നു. അത് സംഭവിച്ചതിന് ശേഷം പിന്നീട് അവര് 3 ആളുകളെ അവര് ഈ പറയുന്ന ജനനിബിഡമായ സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു വലിയ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിന്റെ മുകളിൽ താമസിച്ചിരുന്ന ആളുകളെ കമാൻഡോ ഓപ്പറേഷനിൽ രക്ഷപ്പെടുത്തി. ആ കമാൻഡോ ഓപ്പറേഷനിൽ രക്ഷപ്പെടുത്തി. അതോടൊപ്പം തന്നെ അവിടെ ആ കമാൻഡോ ഓപ്പറേഷന്റെ കമാൻഡർ മരിക്കുകയും ചെയ്തു, തിരിച്ച് ഫയറിംഗ് ഉണ്ടായി മരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ കമാൻഡോ ഓപ്പറേഷൻ മുമ്പോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്ത് 6 ആളുകളെ താമസിപ്പിച്ചിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഇസ്രായേൽ സൈന്യം പതുക്കെ അതിനോട് അടുക്കുന്ന സമയത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ 6 പേരെയും ഈ ഹമാസ് തീവ്രവാദികൾ വെടിവെച്ചു വന്നു. അതോടുകൂടി ഈ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഈ 3 പേരെ കമാൻഡോ ഓപ്പറേഷൻ രക്ഷിച്ചതോടുകൂടി ഈ യാഹ്യ സിൻവാർ എന്ന് പറയുന്ന അവരുടെ നേതാവ് ഇവർക്ക് കൊടുത്തായിരുന്ന ഉത്തരവെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സാന്നിധ്യം ഈ പറഞ്ഞ ഡിറ്റൈനികളുള്ള തടഞ്ഞു വെക്കപ്പെട്ടുള്ള മനുഷ്യരുള്ള ഏതെങ്കിലും പരിസരത്ത് കണ്ട ഇവരെ വെടിവെച്ചു കൊല്ലാനാണ്. അത്തരത്തിൽ 6 പേരെ വെടിവെച്ചു വന്നു. അത് പിന്നീട് ഇസ്രായേൽ അവരുടെ ഈ ഡഞ്ചൻസിൽ നിന്ന്, അതായത് ഈ വലിയ ഗുഹയിൽ നിന്ന് കണ്ടെത്തുകയും ആ ബോഡി അവർ തിരിച്ച് എടുക്കുകയും ചെയ്തു. അപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ അകത്ത് ഇസ്രായേലി സൈനികരുടെ ഇടപെടൽ കൊണ്ട് ആണ് ഇവർ വെടികൊണ്ട് മരിച്ചത് എന്നുള്ള ഒരു വികാരം ഉണ്ടാക്കുകയും അതുകൊണ്ട് പിന്നീട് ഇസ്രായേലിന് കമാൻഡോ ഓപ്പറേഷൻ മുമ്പോട്ട് പോകാൻ കഴിയാതെ വന്നു. അതിന്റെ കാരണം അങ്ങനെ കമാൻഡോ ഓപ്പറേഷൻ പാളിയാൽ ഇവർ ഏതെങ്കിലും തരത്തിൽ ഈ ആളുകളെ വെടിവെച്ചു പോലും. അതുകൊണ്ടാണ് ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഈ ട്രൂസിലേക്ക് പോകേണ്ടി വന്നത്. കാരണം ഈ പറഞ്ഞ ട്രൂസിലൂടെ ഈ ആളുകളെ രക്ഷിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഇസ്രായേലിന് മാർഗ്ഗമില്ല. കാരണം അവർക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഓപ്പറേഷനിലേക്ക് പോയാൽ ഇവരുടെ അടുത്ത് തോക്കുമായി നിൽക്കുന്ന ആളുകൾ ഇവരെയാണ് ആദ്യം വെടിവെക്കുന്നത്, ഈ ഡിറ്റൈനീസിനാണ് ആദ്യം വെടിവെക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ അങ്ങനെ ഒരു ട്രൂസിലേക്ക് പോകാൻ നിർബന്ധിതമായിത്തീർന്നത്. അതിനുപരി ഇസ്രായേലിനകത്ത് ജനങ്ങൾ ഈ ഡിറ്റൈനീസിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള മുദ്രാവാക്യവും ശക്തമായി ഉയർത്തിക്കൊണ്ട് ഇസ്രായേൽ താൽക്കാലികമായി 3 സ്റ്റേജാണ് ഈ പറഞ്ഞ ട്രൂസിലുള്ളത്. ആ 3 സ്റ്റേജിൽ ആ വെടിനിർത്തൽ ആകെ 3 സ്റ്റേജസ് ആയിട്ടാണ് വെടിനിർത്തിയത്. അതിൽ ആദ്യത്തെ ഒരു സ്റ്റേജിൽ മാത്രമേ ഇവർ ഒപ്പിട്ടിട്ടുള്ളൂ. ഈ 6 ആഴ്ചത്തേക്കുള്ള ഈ ഒരു സ്റ്റേജിൽ മാത്രമാണ് ഇസ്രായേൽ ഒപ്പിട്ടിട്ടുള്ളത്. ആ സ്റ്റേജിനുള്ളിൽ 33 ഡിറ്റൈനീസിനെ തിരിച്ചു കൊണ്ടുവന്നും 2000-ഓളം വരുന്ന പാലസ്തീനികളെ തിരിച്ച് ഇസ്രായേൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ് എഗ്രിമെന്റ്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ കൃത്യമായി പറഞ്ഞു, 2ാമത്തെ സ്റ്റേജിൽ ഞങ്ങൾ ഒപ്പിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുപരി അവരുടെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് 3 മണിക്കൂർ താമസിച്ചു ഈ ഡിറ്റൈനീസിന്റെ പേര് കൊടുക്കാൻ. അപ്പൊ തന്നെ ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചിരുന്നു. അപ്പൊ അവിടെ ഇസ്രായേൽ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഇവരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ട്രൂസിലേക്ക് വന്നിരിക്കുന്നത്. 2nd സ്റ്റേജോ 3rd സ്റ്റേജോ ഇസ്രായേൽ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ജിഹാദികൾ കേരളത്തിൽ ഇരുന്ന് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഒരു മര്യാദ വേണം. ഇനി ജിഹാദികളുടെ ഈ പറഞ്ഞ ഈ ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദി സംഘടനയുടെ ലക്ഷ്യങ്ങളിൽ എവിടെയെങ്കിലും അവരെത്തിയോ? ഇനിയിപ്പോൾ ഇസ്രായേൽ ലക്ഷ്യത്തിലെത്തിയില്ലെന്ന് ഇവർ പറയുന്നു. ഹമാസിന്റെ ഏത് ലക്ഷ്യത്തിലാണ് അവരെത്തിയത്? 47,000-ഓളം വരുന്ന ആളുകൾ അവിടെ മരിച്ചു. അതുപോലെ തന്നെ 1,10,000 ആളുകൾ ഇൻജേർഡായി. അതുപോലെ 10,000 പേരെ കാണാതെയായി. അവിടുത്തെ 90% ബിൽഡിങ്ങുകൾ നശിച്ചു, 50% ഹോസ്പിറ്റലുകൾ നശിച്ചു, സ്കൂളുകൾ നശിച്ചു. ആ നാട് കംപ്ലീറ്റ് 40 മില്യൺ റബിൾസ് ആയി തീർന്നു. അതായത് 40 മില്യൺ കെട്ടിടങ്ങളും മറ്റുമെല്ലാം ഇടിഞ്ഞു വീണ് 40 മില്യൺ ടൺ റബിൾസ് ആയി തീർന്നു എന്നാണ് ഒരു കണക്ക് പറയുന്നത്. അതുപോലെ അവിടെ മനുഷ്യർ താമസിക്കാൻ ഒരു അവസ്ഥയില്ലാതെയായി. ഇവിടെ എവിടെയാണ് ഹമാസ് ജയിച്ചിട്ടുള്ളത്? 2ാമത്തെ ചോദ്യം, ഹമാസിന്റെ ലക്ഷ്യത്തിലെത്താൻ എന്ത് നേട്ടമാണ് ഹമാസ് ഉണ്ടാക്കിയിട്ടുള്ളത്? അവർ ഈ ഡിറ്റൈനീസിനെ വിടാൻ വേണ്ടിയുള്ള ട്രൂസിന് ശേഷം ഇന്നിപ്പോൾ വീണ്ടും സംഭവം നടക്കുന്നു. നമ്മൾ ഇസ്രായേൽ ഈ കാര്യത്തിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറി ഇസ്രായേൽ പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ വീണ്ടും വെസ്റ്റ് ബാങ്കിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയായിട്ട് ഇസ്രായേൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഇസ്രായേലിന്റെ ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു പിന്നോട്ട് മാറ്റം എന്നുള്ളതല്ലാതെ
ഇതിൻ്റെ അകത്ത് യുദ്ധം അവസാനിച്ചെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് സാധാരണക്കാരായ മുഴുവൻ ആളുകളുടെയും ആഗ്രഹം. പക്ഷേ ഈ യുദ്ധം അവസാനിക്കാൻ ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് തെളിയുന്നത്. രണ്ടാമത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപ് അമേരിക്കയിൽ വന്നു. ട്രംപിന്റെ നിലപാടെന്തായിരുന്നു ഈ ഇസ്രായേലിനോടുള്ളത്? അവർക്ക് ആയുധം കൊടുക്കാൻ ബൈഡൻ താമസിച്ചപ്പം മൈക്ക് പോംബെ വിട്ട് അദ്ദേഹത്തിന്റെ മുൻ ഡിഫൻസ് സെക്രട്ടറിയെ വിട്ട് പിന്തുണ അറിയിച്ചു ഇസ്രായേലിനെ, ഞങ്ങളുടെ പിന്തുണയുണ്ട് എന്നറിയിച്ചു. അതിനുശേഷമാണ് ബൈഡൻ ആയുധങ്ങൾ കൊടുക്കാൻ തയ്യാറായത്. അതുപോലെ തന്നെ ഈ ഇറാനെ ആക്രമിക്കാൻ പറഞ്ഞപ്പോൾ ട്രംപ് എന്താണ് പറഞ്ഞത്? അവരുടെ ആറ്റമിക് പ്ലാന്റും അതുപോലെ തന്നെ റിഫൈനറികളും ആക്രമിക്കരുതെന്ന് ബൈഡൻ പറഞ്ഞപ്പം ട്രംപ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ അവരുടെ ആറ്റമിക് പ്ലാന്റിനെ ആക്രമിക്കാനാണ് ട്രംപ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഉള്ള ഒരു മാറ്റം ഉണ്ടായി. അതിനുപരി ഈ എഗ്രിമെന്റ് ഈ പറഞ്ഞ ഈ ബഹുദൂതികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എഗ്രിമെന്റ് ബൈഡൻ 8 മാസം മുമ്പ് വെച്ചതാണ്. എന്തുകൊണ്ടാണെന്ന് ഹമാസ് ഒപ്പിടായിരുന്നത്? ഹമാസ് ഒപ്പിടാതിരുന്നതിന് ശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയായി ഉൾപ്പെടെ അവരുടെ നേതാക്കന്മാരല്ല യഹ്യ സിൻവർ ഉൾപ്പെടെ അവരുടെ മുഴുവൻ കമാൻഡേഴ്സിനെ കൊന്നുകളഞ്ഞു. അതോടൊപ്പം തന്നെ നസ്രുള്ളയെ കൊന്നു, ഹിസ്ബുള്ളയുടെ. അതുപോലെ അവര് ഇതിന്റെ ലീഡേഴ്സിനെ മിക്കവാറും സിറിയയെ മുഴുവൻ തന്നെ തകർന്നു. അതോടൊപ്പം തന്നെ ലെബനോൻ ഈ ഹിസ്ബുള്ളയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഭരണകൂടം അവർ സ്ഥാപിച്ചതോടെ ഇറാനെ ഡീസ്റ്റെബിലൈസ് ചെയ്തു. ഇവരുടെ ഈ പറഞ്ഞ എല്ലാ പ്രോക്സികളെയും, അതായത് ഇറാനെ സപ്പോർട്ട് ചെയ്ത് നിന്ന് ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി നിന്ന് എല്ലാ പ്രോക്സികളെയും ഇസ്രായേൽ ഡീസ്റ്റെബിലൈസ് ചെയ്തു. മുൻകാലങ്ങളിൽ സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു യുദ്ധപരമായിട്ടുള്ള നേട്ടമാണ് ഇസ്രായേലിന് അതുണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ഹമാസിനോട് എഗ്രിമെന്റ് ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതുവഴി ഹമാസുമായിട്ടല്ല ട്രൂസ് വെച്ചിരിക്കുന്നത്. ഈ ട്രൂസ് ഇപ്പോൾ അതിന്റെ പ്രൈമറി സ്റ്റേജിൽ മാത്രമാണ് ഉള്ളൂ. അതിനുശേഷം യുദ്ധം പുനഃസ്ഥാപിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ യുദ്ധത്തിൽ എങ്ങനെ വിജയിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ അടിസ്ഥാനപരമായി ഈ ഇസ്ലാമിക തീവ്രവാദികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഇസ്ലാമിക സർക്കാരുകളെ സ്ഥാപിക്കാൻ ശരിയാലോടെ അടിസ്ഥാനത്തിൽ, സൂറ കൗൺസിലിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം ഭരിക്കാനുള്ള നിങ്ങളുടെ ശ്രമം അത്ര എളുപ്പമല്ല. നിങ്ങൾ ഈ പറയുന്ന ഇസ്രായേലിനെ പൂർണ്ണമായി അനിഹിലേറ്റ് ചെയ്തിട്ട്, ഇസ്രായേലിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്ത് ജൂത സ്ത്രീകളെ അടിമയാക്കി, അതുപോലെ തന്നെ ജൂത സ്ത്രീകളെയും കുട്ടികളെയും അടിമ കച്ചവടം നടത്താൻ വേണ്ടിയുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അടിമത്തത്തെ ഇന്നും പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, ഇന്നും അടിമത്തത്തെ നിങ്ങൾക്ക് ന്യായീകരിക്കുന്നവരാണ്. നിങ്ങളുടെ മുഹമ്മദ് അടിമയെ വിറ്റിട്ടുണ്ട്, നിങ്ങളുടെ മുഹമ്മദ് അടിമയെ പോയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ മുഹമ്മദ് അടിമക്കച്ചവടം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ജൂതനെ കീഴ്പ്പെടുത്തി അവരെ രണ്ടാം പൗരന്മാരാക്കി, അവരുടെ സ്ത്രീകളെ അടിമയാക്കി, അവരെ അടിമ ചന്തയിൽ വിൽക്കാം എന്നുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഇസ്രായേലിനെ ഒബിലിറ്ററേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്ഥാപിക്കാൻ പോകുന്ന സർക്കാരിൽ, അതായത് ഇസ്ലാമിക നിയമം അനുസരിച്ച് സ്ഥാപിക്കാൻ പോകുന്ന സർക്കാരിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആ ഉദ്ദേശത്തിന് ആളുകൾ ലോകത്ത് നിന്ന് തരില്ല. ഇന്ന് ലോകത്ത് ഈ യുദ്ധം നടക്കുമ്പം ഈ ഇസ്രായേലിന് മുൻകാലങ്ങളിൽ കിട്ടാത്ത പ്രാധാന്യം കിട്ടിയിരിക്കുന്നത്. കാരണം പഴയ കാലത്ത് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ തന്നെ പാലസ്തീൻ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ ഇസ്രായേലിന്റെ സൈഡിലുള്ള വെർഷൻ എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാത്തരം കാര്യങ്ങളും ആളുകൾക്ക് അറിയാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എവിടെയൊക്കെ എന്തെല്ലാം തരത്തിൽ ക്ഷമ കാണിച്ചിട്ടുണ്ട്. 948 ഈ രാഷ്ട്രം ഉണ്ടായതിനു ശേഷം ആദ്യം ആരാണ് ആക്രമിച്ചത്, എന്തിനു വേണ്ടിയാണ് ആക്രമിച്ചത്, പിന്നീടുണ്ടായ നക്കാബ എങ്ങനെയുണ്ടായി, അതിനുശേഷം 53 എന്തിനാക്രമിച്ചു, 67 ആരാണ് ആക്രമണം നടത്താൻ ചെന്നത്, അതിനുശേഷം 93 എഗ്രിമെന്റ് ആരാണ് തകർത്തത്, ഇതെല്ലാം ആളുകൾക്കറിയാം. പഴയ പോലെയല്ല, നിങ്ങളുടെ ഈ കള്ളപ്രചരണം നടക്കില്ല ഇത്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കാത്തത് നിങ്ങളുടെ മതപരമായ പ്രശ്നമാണ്. മുഹമ്മദ് അവരെ ഈ പറയുന്ന അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ഓടിക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹമാസ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യത്തിലേക്ക് വന്ന് ഒരു സിവിലിയൻ ഗവൺമെന്റ് സ്ഥാപിച്ച് ഈ പാലസ്തീനിൽ ഒരു സിവിലിയൻ ഗവൺമെന്റിന്റെ പ്രവർത്തനം ഇന്നുവരെ നടക്കാൻ സംബന്ധിച്ചു. 93 എഗ്രിമെന്റിൽ 93 ഇസ്ഹാഖ് റബിനും അതുപോലെ തന്നെ പാലസ്തീൻ അതോറിറ്റിയുടെ ലീഡർ യാസർ അറാബത്തും തമ്മിലുള്ള എഗ്രിമെന്റിൽ എന്താണ് പറഞ്ഞിരുന്നത്? നിങ്ങളെ ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റായി മാറാൻ പാകത്തിന് ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് നിങ്ങൾ ഉയരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റേറ്റ് ആകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പാലസ്തീൻ അതോറിറ്റി സ്ഥാപിക്കുന്നത്. ആ പാലസ്തീൻ അതോറിറ്റി സ്ഥാപിച്ചിട്ട് ഈ ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് എന്തെങ്കിലും ഈ പാലസ്തീൻ അതോറിറ്റിക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ ഉള്ളിൽ തന്നെ സ്റ്റേറ്റ് അല്ലേ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആ സ്റ്റേറ്റിനുള്ളിലല്ലേ ഈ പറഞ്ഞ ഹമാസ് വരികയും ഹമാസിനെ കൺട്രോൾ ചെയ്യാൻ, അവിടുത്തെ തീവ്രവാദി ഇസ്ലാമിക് ജിഹാദിനെ കൺട്രോൾ ചെയ്യാനും കഴിയാതെ ഈ പാലസ്തീൻ അതോറിറ്റി നിഷ്പ്രഭമായി പോവുകയല്ലേ ഇത്. അതിന്റെ അർത്ഥം നിങ്ങൾക്കൊരു സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ കഴിയുന്നില്ലെന്നാണ്. ഇസ്രായേൽ സ്റ്റേറ്റ് ഉണ്ടായപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അന്നിരുന്ന ഇർഗ്വാനെയും അതുപോലെ തന്നെ ഇർഗ്വാനും മറ്റു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, 2 ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. അവരെ രണ്ടുപേരോടും
തോക്ക് താഴെ വയ്ക്കാൻ പറഞ്ഞു. മനസ്സിലായോ? തോക്ക് താഴെ വെച്ച് അവരെ പിടിച്ച് ബലമായിട്ട് തോക്ക് താഴെ വെച്ച് ഇസ്രായേൽ സ്റ്റേറ്റിനുള്ളിൽ കൊണ്ടുവന്നു. അതുപോലെ ഈ പാലസ്തീൻ അതോറിറ്റി കൃത്യമായി അവരുടെ ഉള്ളിലുള്ള തീവ്രവാദികളെ ഈ സ്റ്റേറ്റിനുള്ളിൽ കൊണ്ടുവന്ന് സിവിലിയൻ കൺട്രോൾഡായിട്ടുള്ള സ്റ്റേറ്റ് സ്ഥാപിക്കാതെ നിങ്ങൾക്ക് അവിടെ ഒരിക്കലും ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ എന്നും ഈ ആക്രമണം നടത്തി ഇസ്രായേലിന് അലോസരം ഉണ്ടായിക്കൊണ്ട് അവരെ പോലെ ലോകത്തിന് സംഭാവന ചെയ്ത മനുഷ്യരെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിടുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ മാനവീയതയും മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ ഈ കാലകരണപ്പെട്ട ഖുർആൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ കാലകരണപ്പെട്ട വ്യക്തിത്വം പറയുന്നതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങളെ ലോകം തന്നെ ഈ ഒരു അകറ്റി നിർത്തുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തെറ്റാണ്. ഇസ്രായേൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തി. കാരണം ഇസ്രായേൽ കുറേയേറെ സ്ഥലം ബഫർ സോൺ പിടിച്ചെടുത്തു കഴിഞ്ഞു. സിറിയ പിടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ സിറിയ ഡമാസ്കസിന് 25 കിലോമീറ്റർ അകലെ ഇസ്രായേൽ സൈന്യം നിൽക്കുന്നത്. അതുപോലെ തന്നെ അവർ ഹെർമൻ കുന്നുകൾ മുഴുവൻ പിടിച്ചു. കാരണം അവരെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണത്. അതിനുപരിയായിട്ട് ഗലീലിയ കടലിലേക്ക് വെള്ളം ഒഴുകുന്ന കുന്നുകളാണത്. ആ കുന്നുകൾ മുന്നേ അവർ പിടിച്ചു. അതുപോലെ ലെബനോൻ തീർത്തെടുത്തു. അതുപോലെ ഇറാനെ അശക്തമാക്കി. അതുപോലെ ഹൂത്തികളെ തകർത്തു. അവരുടെ ശത്രുക്കളെല്ലാം അവർ തകർത്തു കഴിഞ്ഞു. ഇനി ഇസ്രായേലിനുള്ളിൽ ഹമാസുമായിട്ടുള്ള ഈ ഗാസയിലുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ അവരുടെ ഡിക്റ്റൈനേഴ്സിനെ റിലീസ് ചെയ്യാൻ മാത്രമാണ് അവർ ശ്രമിച്ചിട്ടുള്ളൂ. സെക്കൻഡ് സ്റ്റേജ് ഒപ്പിട്ടിട്ടില്ല. ഈ മഹ്ദൂദിക്കാരും ഈ കള്ള പ്രചാരവും പറയുന്നത് തെറ്റാണ്. ഇത് ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് വെറും യാതൊരു തരത്തിലുള്ള പഠനമില്ലാതെ വെറുതെ ഈ മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് മാത്രമാണെന്ന് പറഞ്ഞു നിർത്തുന്നു. നന്ദി. ടോം ജോസ് തടിയമ്പാട്.